നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. 2022 ഭാരത് ജോഡോ യാത്രക്കിടെ സൈന്യത്തിന് നേരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുണ്ടായ സുപ്രീം കോടതിയുടെ ചോദ്യമാണിത്. പ്രധാന നേതാക്കളുടെ പത്രസമ്മേളനങ്ങൾ വളരെ വിരളമായ ഇന്നത്തെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടെന്ന ആരോപണം കണക്കുകൾ സഹിതം നിരത്തി പുറത്തുവിട്ടത് കോടതി ചോദ്യം ചെയ്ത അതേ ഇന്ത്യക്കാരനായിരുന്നു. രാജ്യത്തെ ഓരോ പൗരൻ്റെയും അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശം അട്ടിമറിക്കപ്പെടുന്നു. ശരിയായ പേരോ മേലുല്ലാസമോ ഇല്ലാതെ രാജ്യത്ത് വോട്ടെടുപ്പ് സ്വന്തമായി നടക്കുന്നു. രാജ്യത്തിൻ്റെ കാതലായ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി രാഹുൽ നടത്തിയ ആ വാർത്താ സമ്മേളനമായിരുന്നു ഇന്ത്യക്കാരൻ ആരെന്ന സുപ്രീം കോടതിയുടെ ചോദ്യചിഹ്നത്തിനുള്ള ഉത്തരം. രാജ്യത്ത് വോട്ട് ചോരി അഥവാ വോട്ട് മോഷണം നടക്കുന്നു. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർത്തതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർത്തു. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ CCTV ദൃശ്യങ്ങളടക്കം 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിൽ ദുരൂഹത എന്നിങ്ങനെ അതീവ ഗുരുതര ആരോപണങ്ങൾ ഒരുപക്ഷെ ഈ അടുത്തെങ്ങും ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത തരത്തിൽ PPT പ്രസൻറ്റേഷനിലൂടെ ഏത് സാധാരണക്കാരനും മനസ്സിലാകും വിധം കണക്കുകൾ നിർത്തിയുള്ള പത്രസമ്മേളനമായിരുന്നു രാഹുലിൻ്റേത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അസ്വസ്ഥരായ പലരും രംഗത്തെത്തി. രാഹുലിൻ്റെ തലയിലെ ചിപ്പ് നഷ്ടമായി എന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പരിഹസിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഉന്നയിക്കുന്ന വാദങ്ങൾ തികച്ചും വ്യാജമാണെന്നുമായിരുന്നു കിരൺ റിജിജു പറഞ്ഞത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്നായിരുന്നു. ഏത് കമ്മീഷനെ പറ്റിയുള്ള പരാതി കമ്മീഷൻ തന്നെ നൽകണമെന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെയും അനർഹമായി ഉൾപ്പെട്ടവരുടെയും പേരുകൾ ഒപ്പിട്ട സത്യപ്രസ്താവനയ്ക്കൊപ്പം പങ്കുവയ്ക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താൻ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയാണ് പാർലമെൻറ്റിലെത്തിയത് എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. പപ്പു വിളികളെയും ബാലക് ബുദ്ധി പരിഹാസങ്ങളെയും മറികടന്ന് ഇന്ത്യയുടെ ശക്തമായ പ്രതിപക്ഷ സ്വരമായി രാഹുൽ മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വെറും പ്രസ്താവനകൾ നടത്തി മൈക്കുകളുടെ മുമ്പിൽ തലയാട്ടിയിരിക്കുകയല്ല രാഹുൽ ചെയ്തത്. പകരം കൃത്യമായ ഡാറ്റകൾ വെച്ച് നടത്തിയ വളരെ കൺവിൻസിംഗ് ആയ ഒരു അവതരണമായിരുന്നു അത്. ചുറ്റും കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അയാൾ അകന്നില്ല. എല്ലാറ്റിനും അയാൾക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ടായിരുന്നു. വാക്കുകൾ പതറിയതേയില്ല. എന്നാൽ ആശങ്ക ഉയരുന്നത് മറ്റൊരിടത്താണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ചിട്ടും വിഷയത്തിൻ്റെ ഗൗരവം പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും മനസ്സിലാക്കിയില്ലെന്ന തരത്തിലും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിഷേധ സ്വരങ്ങളോ പ്രതിഷേധ പ്രകടനങ്ങളോ ഇങ്ങ് കേരളത്തിൽ പോലും നടന്ന് കണ്ടില്ല എന്നതും വസ്തുതയാണ്. ഭരണഘടനാ ലംഘനങ്ങളെ വളരെ നിസ്സാരമായി കാണുന്നുവോ പ്രതിപക്ഷം എന്നതും ആശങ്ക ഉളവാക്കുന്നതാണ്. നെപ്പോട്ടിസത്തിന് മറ്റൊരു ഉദാഹരണം മാത്രമാണ് രാഹുൽ എന്ന വിമർശനങ്ങൾ ഉയർന്നപ്പോഴും പലതവണ എതിരാളികളെ അമ്പരിപ്പിച്ച് താൻ ആരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും കണ്ടത് ഭാരത് ജോഡോ യാത്രയും ന്യായ യാത്രയും മുതൽ ഇങ്ങോട്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ട ആ യാത്രയിൽ അയാൾക്കൊപ്പം നടന്ന ജാതിയും മതവും വർഗവും ഒന്നുമില്ലാതിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളായിരുന്നു രാഹുലിലെ രാഷ്ട്രീയ പ്രവർത്തകനെ അടയാളപ്പെടുത്തിയത്. അവരെല്ലാമാണ് അയാളെ വിശ്വസിച്ചവരാണവർ. ചടുലമായ തെളിവുകളും കണക്കുകളും നിരത്തി അധാർമികതയെ നേരിടുന്ന ഈ രാഹുലിനെയാണ് ഇനി ഇന്ത്യക്ക് ആവശ്യം. പ്രവർത്തനത്തിലും മറ്റും സ്ഥിരതയില്ല എന്നതാണ് രാഹുൽ നേരിടുന്ന പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയ ഈ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനും രാഹുലിനും വലിയ പ്രതിച്ഛായയാണ് നൽകിയിരിക്കുന്നത്. ആ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താതെ ഇടിയാതെ രാഹുലിന് നിലനിർത്താനാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.